ഇത്രയും പേരെയും കാണാൻ സാധിച്ചല്ലോ. നിങ്ങൾ സ്വയം ഒന്ന് അഭിനന്ദിച്ചേ, ആ ഷർട്ടയിലൊക്കെ ഒന്ന് പിടിച്ച് കൺഗ്രാറ്റുലേഷൻസ് എല്ലാവരും ഓർക്കേന്ന് പറഞ്ഞേ. കൺഗ്രാറ്റുലേഷൻ തന്നെ അഭിനന്ദിക്കൂ, ഒരു വലിയ കാര്യമാണ്. അഭിനന്ദിച്ചേ തന്നെ. ഓക്കെ, സ്വയം നിങ്ങളെ തന്നെ അഭിനന്ദിച്ചു. കൺഗ്രാറ്റുലേഷൻസ്. നമുക്ക് പലരും ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിൽ നിന്ന് ഓടിക്കേറി സ്കൂളിലേക്ക് വന്നവരുണ്ട്. ഭർത്താവും ഭാര്യയും കൂടെ ചേട്ടൻ പോണം PTA മീറ്റിങ്ങിന്, എനിക്ക് സമയമില്ല നീ പൊക്കോ, അങ്ങനെ പറഞ്ഞ് ദേഷ്യത്തിൽ വന്നിരിക്കുന്നവര് കാണാം. എന്താണ് നമ്മുടെ ആ സിറ്റുവേഷൻസ് നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ, അല്ലേ? അപ്പൊ ഒന്നിനെ കുറിച്ച് ചിന്തിക്കണം, ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾ സന്തോഷമായിട്ടിരിക്കാനുള്ള ആദ്യത്തെ മാർഗം നമ്മൾ സന്തോഷമായിട്ടിരിക്കുക. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഒന്ന് നേരെ ഇരുന്നേ, എല്ലാവരും ഒന്ന് നേരെ ഇരിക്കാമോ? നേരെ ഇരുന്നിട്ട് കൈകൾ രണ്ടും മടിയിലൊന്ന് വെച്ച്, വലത് കൈയുടെ മകളില് ഇടത് കൈ എടുത്ത് വെച്ച് മടിയിൽ, എന്നിട്ട് നേരെ ഇരിക്കുക. കണ്ണുകൾ പതുക്കെ ഒന്ന് അടയ്ക്കുക. എല്ലാത്തിനെ കുറിച്ചും മറന്നുകൊള്ളുക. നിങ്ങൾ എടുക്കുന്ന ശ്വാസത്തെ കുറിച്ച് മാത്രം ഓർക്കുക. അതാണ് ഏറ്റവും ആദ്യം നമുക്ക് ഈ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടത്. 92 സെക്കൻഡ് ഈ ശ്വാസം ഇല്ലാതായാൽ നമ്മൾ തീർന്നു. അപ്പൊ അത് നമുക്കുണ്ടല്ലോ, അതൊരു വലിയ കാര്യമാണ്. കണ്ണുകൾ പതുക്കെ അടച്ച് ശ്വാസം അകത്തേക്ക് എടുക്കുക. അതിന്റെ 3 ഇരട്ടി വേഗത കുറച്ച് ശ്വാസം പുറത്തേക്ക് വിടുക. ചുറ്റുമുള്ള എല്ലാത്തിനെയും മറന്നു കളയുക. നമ്മളെ അലട്ടുന്ന പ്രശ്നങ്ങളെ, നമ്മുടെ ബുദ്ധിമുട്ടുകളെ, പലതരം ബുദ്ധിമുട്ടുകളാകാം. ലോക ജീവിതം, മനുഷ്യ ജീവിതം, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എല്ലാം കളഞ്ഞേക്കൂ. നല്ല സന്തോഷമായിട്ട് ആ ശ്വാസാകത്തേക്ക് എടുക്കുക. പതുക്കെ പുറത്തേക്ക് പിടിക്കുക. എല്ലാ നന്മകളും, ലോകത്തിന്റെ എല്ലാ നന്മകളും നിങ്ങൾ അകത്തേക്ക് ശ്വസിക്കുക. സാവധാനം കണ്ണുകൾ അടച്ചോളൂ. എല്ലാം മറക്കുക. നമ്മളിവിടെ ആയിരിക്കുന്നു, നമുക്ക് ശ്വസിക്കാൻ സാധിക്കുന്നു. നന്മകളെല്ലാം അകത്തേക്ക് എടുക്കുക. ചെറുപ്പത്തിൽ അവർ കാണിച്ചിരുന്ന ചെറിയ ചെറിയ പ്രക്രിയകളൊക്കെ ഓർത്തെ, നമ്മുടെ മുടിയെ പിടിച്ചു വലിക്കുന്നത്, നമ്മുടെ മൂക്കിൽ കടിക്കുന്നതൊക്കെ ഓർത്ത് ചേർത്ത് വയ്ക്കുക. സമ്മാനം നമ്മുടെ കയ്യിലുണ്ട്. ഏതാണത്? ആരാണ്? മക്കൾ. അത് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഒന്ന് ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഒരൊക്കെ പറഞ്ഞോളൂ അവരുടെ പേര്. ഏറ്റവും വലിയ സമ്മാനം അവരാണ്. നിങ്ങളുടെ മക്കളുടെ പേര് ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഒന്നുകൂടെ ഉറക്കെ പറഞ്ഞോളൂ. ഉറക്കെ പറഞ്ഞോളൂ. നിങ്ങളുടെ എല്ലാവരുടെയും മക്കൾ നല്ല കുഞ്ഞുങ്ങളായിട്ട്, നല്ല വ്യക്തികളായിട്ട് വളർന്നു വരട്ടെ. ഇനിയും നിങ്ങളുടെ പ്രാർത്ഥനയിലൊക്കെ ഓർക്കുക. എല്ലാവർക്കും നന്ദി. നല്ല ഒരു ക്രൗഡായിരുന്നു കേട്ടോ. എല്ലാവരും ശ്രദ്ധയോടെയൊക്കെ ആയിരുന്നത്. താങ്ക് യു സോ മച്ച്. ഇനി എവിടെ വെച്ചെങ്കിലും ഒക്കെ കാണാം. ഗുഡ് ബൈ.